കർത്തനേശു പിറന്നു ഭൂമിയിൽ. സ്വർഗം കനിഞ്ഞു, സ്വർഗത്തിൻ പുത്രൻ സ്വർഗം വിട്ടൂഴിയിൽ വന്നു. ധരയിൽ സ്വർഗം ചമയ്ക്കാനായി വന്നു. തിരിയോ തിരിപ്പുത്തിരി ചിതറിയിടും മാനത്ത്, മത്താപ്പു കത്തും പോലൊരു നക്ഷത്രം. മേലെ മേലെ ഒരു താരകം വഴി കാട്ടുവാൻ വാനിൽ ഉദിച്ചുയർന്നു. പോകാം യേശുവെ കാൺമതിനായി, ഹൃദയമൊരു ദിനം കാഴ്ചയുമാ. Joy to the world, the Lord is come. Let us receive the King. Let every heart prepare Him room. And heaven and nature sing, and heaven and nature sing, and heaven and nature sing. Merry Christmas party, വീടു തോറും കരുൾപ്പാട്ടിനായി അണയുന്നു. പൂത്തു നിൽക്കും രാവിൽ, കുളിർത്തന്നൽ മെല്ലെ വീശും രാവിൽ, താരസൃഷ്ടനുദിച്ചെങ്ങുവാനിൽ കർത്തനേശു പിറന്നു ഭൂമിയിൽ. താരാജാലം രാവിൽ, കുളിർത്തന്നൽ മെല്ലെ വീശും രാവിൽ, താരസൃഷ്ടനുദിച്ചെങ്ങുവാനിൽ കർത്തനേശു പിറന്നു ഭൂമിയിൽ. പാടി മർത്യഗണം മുതലിട്ടു പാടി, മനഗമോനിൽ ഗീതം പാടി, മർത്യഗണം മുതലിട്ടു പാടി. താരും തളിരും താരാവലിയും പുഞ്ചിരിച്ചു നിന്നു. യേശു പിറന്നോര പുണ്യരാവിൽ, താരാജാലം പൂത്തു നിൽക്കും രാവിൽ, കുളിർത്തന്നൽ മെല്ലെ വീശും രാവിൽ, താരസൃഷ്ടനുദിച്ചെങ്ങുവാനിൽ കർത്തനേശു പിറന്നു ഭൂമിയിൽ. മെല്ലെ മെല്ലെ ആടി
കുളിർത്തന്നൽ മെല്ലെ വീശും രാവിൽ താരശ്രേഷ്ഠനുദിച്ചെങ്ങുവാനിൽ കർത്തനേശു പിറന്നു ഭൂവിൽ താരാജാലം രാവിൽ കുളിർത്തന്നൽ മെല്ലെ വീശും രാവിൽ താരശ്രേഷ്ഠനുദിച്ചെങ്ങുവാനിൽ കർത്തനേശു പിറന്നു ഭൂവിൽ സ്വർഗം കരിഞ്ഞു സ്വർഗത്തിൻ പുത്രൻ സ്വർഗം വിട്ടൂഴിയിൽ വന്നു ധരയിൽ സ്വർഗം ചമയ്ക്കാനായി വന്നു സ്വർഗം കരിഞ്ഞു സ്വർഗത്തിൻ പുത്രൻ സ്വർഗം വിട്ടൂഴിയിൽ വന്നു ധരയിൽ സ്വർഗം ചമയ്ക്കാനായി വന്നു അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം 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 ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് ശാന്തി പാപികളാം മാനവരെ പാവനരായി തീർത്തിടുവാൻ പരിശുദ്ധനാം ദൈവം സ്വന്തം മകനെ സ്വർഗത്തിൽ നിന്നും അയച്ചു ഇവിടം സ്വർഗം പോലാക്കാൻ നിനച്ചു അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം 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 ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് ശാന്തി പാട്ടിടുവിൻ മാനവരെ ഓമനയാം പൈതലിന് ഒരു തീറ്റുശീലയിൽ നാഥൻ കൃപയാൽ ലോകത്തിൻ രക്ഷകനായി വന്നു ധരയിൽ പാപങ്ങൾക്കാശ്രയമായി തീർന്നു അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം 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 ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് ശാന്തി ും
ചിതറിയിടും മാനത്ത് മത്താപ്പു കത്തും പോലൊരു നക്ഷത്രം. ദൂരയാ പുൽക്കൂട്ടിൽ രാക്കുയിലിൻ താരാട്ടിൽ എരിപൂട്ടിയുറങ്ങും വിണ്ണിൻ നക്ഷത്രം. നിറയോ നിറനിറവായി കൃപയോ കൃപവരമായി കുറവെല്ലാം പോക്കും വൻ കൃപവരമായി. നിറയോ നിറനിറവായി കൃപയോ കൃപവരമായി കുറവെല്ലാം പോക്കും വൻ കൃപവരമായി. ഒന്നായി നാം പോയിടാം ഗോശാലയിൽ ചേർന്നിടാം. ഒന്നായി നാം പോയിടാം ഗോശാലയിൽ ചേർന്നിടാം. നിറനിറവരുളും തിരുമലസുതനിൽ അണിയായി ചേർന്നിടാം. തിരിയോ തിരിപൂത്തിരി ചിതറിയിടും മാനത്ത് മത്താപ്പു കത്തും പോലൊരു നക്ഷത്രം. ദൂരയാ പുൽക്കൂട്ടിൽ രാക്കുയിലിൻ താരാട്ടിൽ എരിപൂട്ടിയുറങ്ങും വിണ്ണിൻ നക്ഷത്രം. ഒന്നായൊരു മനമായി ഒഴുകാം ഒരു സ്വരമായി കഥനങ്ങൾ പൂക്കും സാന്ത്വന സ്വരമായി. ഒന്നായൊരു മനമായി ഒഴുകാം ഒരു സ്വരമായി കഥനങ്ങൾ പൂക്കും സാന്ത്വന സ്വരമായി. മഹത്വം ഉന്നതേ മന്യതിൽ ശാന്തിയും. മഹത്വം ഉന്നതേ മന്യതിൽ ശാന്തിയും. സുമധുരതരമായി സുരവരഗണമോടണിയായി ചേർന്നിടാം. തിരിയോ തിരിപൂത്തിരി ചിതറിയിടും മാനത്ത് മത്താപ്പു കത്തും പോലൊരു നക്ഷത്രം. ദൂരയാ പുൽക്കൂട്ടിൽ രാക്കുയിലിൻ താരാട്ടിൽ എരിപൂട്ടിയുറങ്ങും വിണ്ണിൻ നക്ഷത്രം. തിരിയോ തിരിപൂത്തിരി ചിതറിയിടും മാനത്ത് മത്താപ്പു കത്തും പോലൊരു നക്ഷത്രം. ദൂരയാ പുൽക്കൂട്ടിൽ രാക്കുയിലിൻ താരാട്ടിൽ എരിപൂട്ടിയുറങ്ങും വിണ്ണിൻ നക്ഷത്രം. ലലലാ ലലലാ ലല ലലലാ ലലലാ ലല ലലലാ ലലലാ ലല ലലലാ ലലലാ ലല. ഒരു താരകം വഴികാട്ടുവാൻ വാനിൽ ഉദിച്ചുയർന്നു. പോകാം യേശുവെ കാൺമതിനായി ഹൃദയമൊരു
ദിനം കാഴ്ചയുമായി മേലെ മേലെ ഒരു താരകം വഴികാട്ടുവാൻ വാനിൽ ഉദിച്ചുയർന്നു. പോകാം യേശുവെ കാൺമതിനായി ഹൃദയമൊരുക്കി നാം കാഴ്ചയുമായി അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളോർക്കെന്നും ശാന്തി. എന്നിട്ടും ചെന്നെത്തിയതോ ഹേരോദിൻ അരമനയിൽ. മേലെ മേലെ ഒരു താരകം വഴികാട്ടുവാൻ വാനിൽ ഉദിച്ചുയർന്നു. പോകാം യേശുവെ കാൺമതിനായി ഹൃദയമൊരുക്കി നാം കാഴ്ചയുമായി മുൻവിധി നിറഞ്ഞൊരു പരമാവധിയാ. താരകം വഴികാട്ടം വന്നെങ്കിലും മുൻവിധി നിറഞ്ഞൊരു പരമാവധിയാ. ഉൾക്കൂടി ശാന്തതയിൽ മനസ്സുകൾ നിറയുന്നില്ല. മേലെ മേലെ ഒരു താരകം വഴികാട്ടുവാൻ വാനിൽ ഉദിച്ചുയർന്നു. പോകാം യേശുവെ കാൺമതിനായി ഹൃദയമൊരുക്കി നാം കാഴ്ചയുമായി അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, പ്രസാദമുള്ളോർക്കെന്നും ശാന്തി. Sing and heaven makes us sing. Joy to the world, the Savior brings. Let men their songs and know. Why fields and floods, rose hills and plains,
in joy. Repeat the sound in joy. Repeat, repeat the sound in joy. Heroes the world with truth and grace, and make the nations grow. The glory song is righteousness, and wonders of His love, and wonders of His love, and wonders, wonders of His love. Joy to the world, joy to the world, joy to the world, joy to the world. Joy to the world, the Lord is come. Let earth receive the King. Let every heart prepare Him room. And heaven and nature sing, and heaven and nature sing, and heaven and nature sing, and heaven and nature sing. Merry Christmas party, വീടുതോറും കരോൾപ്പാട്ടിനായി അണയുന്നു. Merry Christmas party, വീടുതോറും കരോൾപ്പാട്ടിനായി അണയുന്നു. വാനദൂതർ പാടും പാട്ടു ഞങ്ങൾ കേട്ടു, ഹല്ലേലൂയ ഗീതം കേട്ടു. വാനദൂതർ പാടും പാട്ടു ഞങ്ങൾ കേട്ടു, ഹല്ലേലൂയ ഗീതം കേട്ടു. Merry Christmas party, വീടുതോറും കരോൾപ്പാട്ടിനായി അണയുന്നു. മുന്നിലെത്തുന്ന താരവും മുന്നിലെത്തുന്ന തുമ്പിയും മണ്ണിലെത്തുന്ന തെന്നലും നിന്നെ വാഴ്ത്തുന്നിതാ. മുന്നിൽ നിൽക്കുന്ന താരവും മുന്നിലെത്തുന്ന തുമ്പിയും മണ്ണിലെത്തുന്ന തെന്നലും നിന്നെ വാഴ്ത്തുന്നിതാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Merry Christmas party, വീടുതോറും കരോൾപ്പാട്ടിനായി അണയുന്നു. നന്മ നേരുന്ന ദൂതരും നിന്നു പെയ്യുന്ന മേഘവും വന്നു ചേരുന്ന ഇടയരും നിന്നെ വാഴ്ത്തുന്നിതാ. നന്മ നേരുന്ന ദൂതരും നിന്നു പെയ്യുന്ന മേഘവും വന്നു ചേരുന്ന ഇടയരും നിന്നെ വാഴ്ത്തുന്നിതാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Merry Christmas party, വീടുതോറും കരോൾപ്പാട്ടിനായി അണയുന്നു.
ക്രിസ്മസ് പാടി വീടു തോറും കരുൾപ്പാട്ടിനായി അണയുന്നു. വാനദൂതർ പാടും പാട്ടു ഞങ്ങൾ കേട്ടു, ഹല്ലേലൂയ ഗീതം കേട്ടു. വാനദൂതർ പാടും പാട്ടു ഞങ്ങൾ കേട്ടു, ഹല്ലേലൂയ ഗീതം കേട്ടു. മേരി ക്രിസ്മസ് പാടി വീടു തോറും കരുൾപ്പാട്ടിനായി അണയുന്നു. എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊള്ളട്ടെ. വീണ്ടും ഒരു ക്രിസ്മസ് സമാഗതമായിരിക്കുന്നു. പ്രതിസന്ധികളുടെ ലോകത്തിൽ പ്രകാശവും അസമാധാനത്തിൻ്റെ ഇടങ്ങളിൽ സമാധാനവും ജനത്തിന് വാഗ്ദാനം ചെയ്യുന്ന ക്രിസ്മസ് ദിനങ്ങൾ എല്ലാവർക്കും അത് അനുഗ്രഹത്തിൻ്റെതാകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ ക്രിസ്മസിനെ പറ്റി പറയുന്നത് ഇറ്റ്സ് എ ബ്ലെസ്സിങ്സ് റീഇറ്ററേറ്റഡ് എന്നാണ്. ആവർത്തിക്കപ്പെടുന്ന അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങൾ ആണ് ക്രിസ്മസ് എന്നാണ്. യേശുവിൻ്റെ ജനനകാലയളവിൽ ഉണ്ടായ പ്രതിസന്ധികളും അന്ന് ഭരണ നേതൃത്വമായിരുന്നവരുടെ അതേ മനോഭാവവും സാഹചര്യവുമൊക്കെ രാഷ്ട്രീയ തലത്തിലും സാമൂഹ്യ തലത്തിലും ഇന്നുമുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കാലാനുസൃതമായ ഈ സന്ദേശത്തിന് പ്രസക്തിയുമുണ്ട് എന്ന് നാം വിശ്വസിക്കേണ്ടതായിട്ടുണ്ട്. കാലം എത്ര മാറിയാലും കാലാതീതമായി ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ സന്ദേശം അത് പകരപ്പെടുന്നു, സ്വാധീനിക്കപ്പെടുന്നു, മനുഷ്യജീവിതത്തിൽ അനുഗ്രഹമായി വർത്തിക്കുന്നു. സാധാരണയായി ക്രിസ്മസ് കാലയളവിൽ നാം ഓർക്കുന്നത് വിദ്വാൻമാരെയും ആട്ടിടയന്മാരെയും മറിയയും എലിസബത്തിനെയും ഒക്കെയാണ്. എന്നാൽ വേദപുസ്തകത്തിൽ, പ്രത്യേകിച്ച് മത്തായി സുവിശേഷ പുസ്തകത്തിൽ നിശബ്ദനായ നീതിമാൻ എന്ന പേരിൽ ചരിത്രം രേഖപ്പെടുത്തിയ ഒരാളേ ഉള്ളൂ. അത് ജോസഫ് എന്ന നീതിമാനാണ്. ജോസഫ് എന്ന വ്യക്തിയെ നിശബ്ദനായ നീതിമാൻ എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. എന്തായിരിക്കാം ഒരുപക്ഷെ ജോസഫിനെ നിശബ്ദനായ നീതിമാൻ എന്ന് വിളിക്കുവാൻ കാരണം? അതിന് കാരണങ്ങൾ പലതാണ്. ഒന്ന്, നമുക്കറിയാവുന്നതുപോലെ ജോസഫ് ഒരു ഏകീകൃത സ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. താൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതുമെല്ലാം ഒരേ ദിശയിൽ ഒരേ രീതിയിൽ തന്നെ അത് പൂർത്തീകരിക്കുന്ന ആളാണ് എന്ന് വേദപുസ്തകം പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തെ ജസ്റ്റ് മാൻ എന്ന് വേദപുസ്തകം സൂചിപ്പിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ യാദൃച്ഛികമായിട്ട് മറിയയുടെ ഗർഭത്തിൻ്റെ അവകാശം പരിശുദ്ധാത്മാവിനാലാണെങ്കിലും അത് ജോസഫിലേക്ക് ഒരുപക്ഷെ ചാർത്തിക്കൊടുക്കുമ്പോൾ നിശബ്ദനായ ഈ മനുഷ്യൻ അതിനെ സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജോസഫ് ലോകത്തോട് പറഞ്ഞു, മറിയെ സംശയിക്കുന്നതിനേക്കാൾ ദൈവത്തെ അനുസരിക്കുന്നതാണ് ഉചിതം. അതുകൊണ്ട് തന്നെ കരുണയോടുകൂടി കരുണാർദ്രമായി മറിയെ ചേർത്ത് കൊള്ളുമ്പോൾ ജോസഫ് ലോകത്തോട് പറയുന്നു, നമ്മുടെ ജീവിതബന്ധാവുകളിൽ കരുണ, സ്നേഹം, കൂട്ടായ്മ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമായി വർത്തിക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്, ജോസഫിൽ കാണുന്ന യോഗ്യത അത് അനുസരണത്തിൻ്റേതാണ്. ദൈവം തന്നോട് ഒരു ആലോചന കഴിച്ചാൽ, ദൈവം തന്നോട് ഒരു വാക്കുരിയാടിയാൽ അതിൽ പതിരില്ല എന്ന് ഗൗരവമായി വിശ്വസിക്കുകയും അത് ഗൗരവമായി ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവവിശേഷമാണ് ജോസഫിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും, ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് ഒരു അസാധാരണത്വമുള്ള സംഭവത്തിന് ഭാഗമാകുവാൻ ദൈവം അവനെ തിരഞ്ഞെടുക്കുമ്പോൾ അവൻ്റെ അനുസരണത്തിൻ്റെ ഒരു സ്വഭാവശീലം കൂടി പരിഗണിച്ചാണ് എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് ജോസഫ് നമ്മോട് പറയുന്നു, ലോകത്തോട് പറയുന്നു, ദൈവ ശബ്ദം അത് സ്വീകരിച്ച് അനുസരണത്തിൻ്റെ വഴിയിലൂടെ നടക്കണം എന്ന് നമ്മോട് സൂചിപ്പിക്കുകയാണ്. മൂന്നാമത്, യോസഫിൽ കാണുന്ന ഒരു പ്രത്യേകത കുടുംബ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ജോസഫാണ്. ബേത്ലഹേമിൽ മാത്രമല്ല, ഈജിപ്തിൻ്റെ ദുരിതാനുഭവങ്ങളിലും ഗർഭിണിയായ ഭാര്യയുമൊത്ത് യാത്ര ചെയ്യുവാനും അതിലുപരിയായി
കുഞ്ഞുങ്ങളെ വളർത്തണമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ മക്കളെ പരിചരിക്കണമെന്ന് നമ്മെ എന്നും ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ആ പൈതലിനെ വളർത്തി ദൈവ ഇഷ്ടത്തിൻ്റെ പൂർത്തീകരണത്തിനായി ഒരുക്കുകയും ചെയ്യുന്ന ജോസഫിനെ കാണുമ്പോൾ ജോസഫ് ലോകത്തോട് പറയുന്നത് നാം വായിച്ചെടുക്കുന്നു. ഉത്തരവാദിത്വപൂർണമായ കുടുംബ ജീവിതം അത് ഏത് പുരുഷൻ്റെയും ഒരു ആവശ്യമാണ്, അവനിലൂടെ ദൈവം പ്രതീക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് ജോസഫിൻ്റെ ഈ 3 ചിന്തകൾ നമ്മെ സ്വാധീനിക്കണം. ഒന്ന്, നമ്മുടെ എല്ലാ നീതിപ്രവൃത്തികളും അത് കരുണാർദ്രമായിരിക്കണം. നമ്മുടെ എല്ലാ നീതിപ്രവൃത്തികളും അത് ദൈവിക അനുസരണത്തിൻ്റെ വഴിയിലൂടെയാകണം. നമ്മുടെ എല്ലാ നീതിപ്രവൃത്തികളും കുടുംബ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന തരത്തിലുള്ളതായിരിക്കണം. ജോസഫിനെ നിശബ്ദനായ നീതിമാൻ എന്ന ഒരു പദവിയിലേക്ക് ചരിത്രമുയർത്തുമ്പോൾ അത് ആ മനുഷ്യനിലെ നീതിയുടെ പ്രവർത്തനത്തിൻ്റെ ഒരു അടയാളവും ഉദാഹരണവുമാണ്. ഈ ക്രിസ്മസ് നമുക്ക് കരുണാർദ്രമായ മനസ്സിൻ്റെയും അനുസരണത്തിൻ്റെ ഭാവത്തിൻ്റെയും ഉത്തരവാദിത്വ ബോധത്തിൻ്റെയും ദിവസങ്ങളും നിമിഷങ്ങളും അത് ഓർത്തെടുക്കുവാനും ആവർത്തിച്ച് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവാനുള്ള ദിവസങ്ങളുമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് എൻ്റെ എല്ലാ ക്രിസ്മസ് ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.